ഹലോ, രാവിലെ കുക്ക് ചെയ്യാൻ നേരത്താണ് ഗ്യാസ് തീർന്നത്. അപ്പോൾ ഞാനും ഇതിനും കൂടി ഇത് ഗ്യാസ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര വിശപ്പ്. രാവിലെ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാന്നുള്ളത്. അങ്ങനെ ശരവണ ഭവനിൽ കയറിയിരിക്കുകയാണ് കഴിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ കുറേ നേരം ആലോചിച്ച് അവസാനം എല്ലാവരും പറയണ പോലെ തന്നെ ഞങ്ങളും 2 മസാല ദോശ പറഞ്ഞു. അത്യാവശ്യം നല്ലതാണ് കേട്ടോ ശരവണ ഭവനിലെ മസാല ദോശ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗ്യാസൊക്കെ എടുത്ത് വരുന്ന വഴി ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിലെത്തി കുക്കറിൽ ചോറൊക്കെ വെച്ചു. ആ സമയത്ത് മീൻ കറിക്ക് വേണ്ടി അരിയാനുള്ളതെല്ലാം അരിഞ്ഞു. അപ്പോൾ എന്നെ മിഥുനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ മീനൊക്കെ കഴുകി തന്നു. ഞങ്ങൾ ആക്ച്വലി മത്തിയും അതുപോലെ തന്നെ അയിലയാണ് വാങ്ങിച്ചത്. ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം മറക്കരുതല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഹെഡ് മസാജൊക്കെ ചെയ്യാനായിട്ട് ആൽപ്സിൻ്റെ റോസ്മെരി വാട്ടർ ഞാൻ മിഥുന് സ്പ്രേ ചെയ്തിട്ട് അവന് ഹെഡ് മസാജൊക്കെ ചെയ്ത് കൊടുത്തു കുറച്ച് നേരം. അതുപോലെ തന്നെ ഞാനും തലയിൽ സ്പ്രേ ചെയ്തു. ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. നമ്മളുടെ തലയിലുള്ള താരനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണിത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുക്കിങ്ങിലേക്ക് തന്നെ വന്നു. അങ്ങനെ ചോറ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തി ഞങ്ങൾ വറക്കാനാണ് എടുത്തത്. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെയുള്ള മീൻ കറിയാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ മിഥുൻ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് അരിഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കണം എന്നുള്ള എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ്. നമ്മൾ ചോറും അതുപോലെ തന്നെ മീൻ കറിയും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു. അപ്പോൾ ഞങ്ങൾ 2 പേരും അത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിഥുൻ ഇങ്ങനെ എല്ലാ വീക്ക് ഓഫിനും ഒന്നല്ലെങ്കിൽ ഷേക്കോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഞങ്ങൾ കഴിച്ചു. പിന്നെ മിഥുനാണ് കേട്ടോ ചോറൊക്കെ നോക്കുന്നത്. ആൾ ഭയങ്കര ഹെൽപ്പിംഗ് ഒക്കെ ആണ് എനിക്ക്. അവൻ തന്നെയാണ് മീൻ വറുത്തതും ഒക്കെ ചെയ്തത്. ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചു. പിന്നെ വീക്ക് ഓഫ് ആകുമ്പോൾ ആസ്യൂഷ്വൽ നമുക്ക് കുറേ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതൊക്കെ തന്നെയായിരുന്നു പണി. അലക്കലും അതുപോലെ അലക്കിയ തുണി മടക്കി വയ്ക്കലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ജോലി എന്ന് പറയണത്. നമുക്ക് ആക്ച്വലി വിസിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, തൊട്ടടുത്ത പറമ്പിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ എടുത്തു. നല്ല ചോറും മീൻ കറിയും മീൻ വറുത്തതും എല്ലാം ഉണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ മത്തിയായിരുന്നു. ഞങ്ങളങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉച്ച വരെയുള്ള ഒരു വീക്ക് ഓഫ് റൂട്ടീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.